91 നിയമസഭയിലേക്ക് എത്തുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ എങ്ങനെയായിരുന്നു 91? ആദ്യ തിരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചത് അടൂരിൽ നിന്നാണ്. അടൂരിൽ നിന്ന് CPM-ൻ്റെ ഒരു സിറ്റിംഗ് മെമ്പറെയാണ് ഞാൻ നേരിടേണ്ടി വന്നത്. എനിക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഒത്തിരി സംഘർഷങ്ങളും മാനസിക വിഷമങ്ങളും എന്താകുമെന്നതിനെക്കുറിച്ചൊരു ആകാംക്ഷയും എല്ലാം ഉണ്ടായിരുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷേ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റി. ഇന്ന് വരെ 34 വർഷക്കാലമായി ഒരു വിഷമവും ഇല്ലാതെ ജനങ്ങൾ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പും വലിയ മാറ്റങ്ങൾ, സാങ്കേതികപരമായിട്ടടക്കം വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ട്. ആ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സാങ്കേതികമായി ഇന്നിപ്പോൾ എല്ലാം ഡേറ്റ ഐ ഡി അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ നോക്കുന്നത്. മറ്റതല്ലല്ലോ. നമ്മുടെ കയ്യിലിരിക്കുന്ന വോട്ടർ പട്ടിക, നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകർ, അവരെടുക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, നമ്മളതിൻ്റെ കോർഡിനേഷൻ, അതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ സൂത്രധാരകത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകൾ, എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു മുന്നേറ്റമാണ് നടക്കുന്നത്. ഇന്നതല്ല. ഇന്ന് കമ്പ്യൂട്ടറും ഡേറ്റയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും മാത്രമായി നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയ ഒരു ആയുധമായി വിനിയോഗിക്കുകയാണ്. അത് ഭസ്മീകരിക്കുന്നതിന് വേണ്ടിയും വിനിയോഗിക്കും, ആളിനെ ഉയർത്തി പറയുന്നതിന് വേണ്ടിയും വിനിയോഗിക്കും. അപ്പം ഇന്ന് ആളുകളെ സെൽഫായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു കാലമാണ്. അത് നിന്നുകൊടുത്താൽ മതി. അവരെ സെല്ല് ചെയ്യുക, അവരെ യഥാർത്ഥത്തിൽ പ്രൊജക്ഷനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതിന് പ്രത്യേക സംവിധാനങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കാലം തമ്മിൽ വ്യത്യാസമുണ്ട്. AI എന്ന പുതിയ സാങ്കേതികവിദ്യ വരുമ്പോൾ വരുംകാല തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രചരണായുധമായി മാറാൻ സാധ്യതയുണ്ടല്ലേ? അതുണ്ടാകാം. ഇപ്പം നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളിൽ കാണുന്നില്ലേ, അവിടെ ഇപ്പോൾ സത്യം പറയാൻ പൊതുയോഗമൊന്നുമില്ലല്ലോ. അവിടെയുള്ളതെല്ലാം ടെലിവിഷനിലൂടെയും അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും അല്ലേ അവരുടെ പ്രചരണമെല്ലാം പോകുന്നത്. അവിടെയൊന്നും ഒരു പോസ്റ്റർ പൊട്ടിക്കാറില്ല. നമ്മളിവിടെ കാണുന്ന പോലെ ജാഥകൾ വരാറില്ല. അവിടെ ബാനർ കെട്ടാറില്ല, കൊടിമരം പൊക്കാറില്ല. പക്ഷേ അവരുടെ പ്രചരണം പോകുന്ന വേറെ ലൈനിലാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തും അതുപോലെ സാവകാശം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ അവർ നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്നുള്ളതിനേക്കാൾ വ്യത്യസ്തമാവും. ആ രൂപത്തിലേക്ക് പോകണം. പക്ഷേ അതിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താ? ആളുകൾ വോട്ടർ പട്ടികയിലുള്ള അംഗത്വം ഉള്ള ആളുകൾ അവരിലെല്ലാവരും വോട്ട് ചെയ്യാൻ പോകണമെന്നില്ല. തൃപ്തിയുള്ള ആളുകൾ മാത്രമേ വോട്ട് ചെയ്യൂ. ആരെയും തൃപ്തിയില്ലെന്ന് ഒരിക്കലും നോട്ടയ്ക്ക് വോട്ട് ചെയ്യും. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ അന്നതല്ല. പണ്ടത്തെ കാലത്ത് എല്ലാ പ്രവർത്തകരും, എല്ലാ കൂടെ നിൽക്കുന്ന ആളുകളും അവരെല്ലാം വോട്ട് ചെയ്യാൻ പോകും. പോളിംഗ് പെർസെൻറ്റേജ് 80+ ആയിട്ട് അങ്ങോട്ട് മാറും. ഇന്നതല്ലല്ലോ. വിദ്യാഭ്യാസം കൂടുതലുള്ള പ്രദേശങ്ങളിൽ പോളിംഗ് പെർസെൻറ്റേജ് ചിലപ്പോൾ 60 അതിൽ താഴെയോ ആവുകയാണ്. ആ വ്യത്യാസം കൂടി നമ്മൾ കാണണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.